ടീച്ചറിന്റെ ഉമ്മ എന്ന് പറയുന്ന സാധനം അവർ പറയുന്നത്. കൊച്ചിനെ അടിച്ച് അവശയായി കിടത്തിയിരിക്കുന്ന കൊച്ചു അവരെ പുറത്ത് മണ്ണെണ്ണ ഒഴിച്ചെന്ന്. അവര് പിന്നെ അയൽവക്കക്കാരത്തും അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ആരും ഒരു അക്ഷരം മിണ്ടില്ല. എന്താണ്, ആരെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ അവരെ കയറി ചീത്ത വിളിക്കും. ഇവരെല്ലാം കൂടെ കയറി ഭയങ്കരമായ ചീത്തകൾ വിളിക്കും. ചീത്ത വിളിച്ചിട്ട് ഷർട്ടുകൾ ബ്ലൗസുകളൊക്കെ വലിച്ചു കയറിയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോകും. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ കംപ്ലൈന്റ് കൊടുക്കുക തന്നെ അവർ കൊല്ലാൻ വന്നു, അടിക്കാൻ വന്നു എന്നും അത് പേടിച്ച് ഒരാൾക്കാരും ഇവരടുത്ത് സംസാരിക്കാറുമില്ല, മിണ്ടാറുമില്ല, അവർ അവിടുത്തെ പോവാറുമില്ല. അവര് പറയുന്നത് കളവാണ്, 100% കളവാണ്. ദൈവം തമ്പുരാന് ശക്തി, അള്ളാഹു എന്നൊരു ശക്തിയില്ലേ, അതിനെ മറികടന്നുള്ള ഒരു നുണ പറച്ചിലാണ് ഈ കളവ്. അവര് വിജയിക്കുമെന്ന് വിചാരിക്കേണ്ട. ഈ കള്ളം പറഞ്ഞ് സത്യത്തിന് എപ്പോഴായാലും അതിൻ്റെതായ വില തമ്പുരാൻ കൽപ്പിക്കും. എന്റെ മോൻ ഇന്ന് 2 വർഷം തികയാണ്. 2 വർഷം ആവുന്നതിന് മുമ്പ് തന്നെ ഈ സത്യം പുറത്തു വന്നത്. 2 വർഷം ആവാൻ പോവുകയാണ് എന്റെ മോൻ. ഇന്ന് ഈ 4-ല് 2 വർഷം തികഞ്ഞ് മരിച്ചിട്ട് ഈ ജൂൺ 4-ാം മാസം, ഇന്ന് ഈ 30-ാം തീയതി എന്റെ മോന് 18 വയസ്സ് പൂർത്തിയാവുകയാണ്. നിങ്ങൾക്കറിയാവോ ഈ കൊടും ക്രൂരത? ഈ സ്ത്രീയും അവളും സഹോദരി എന്ന് പറയുന്ന അവളും ഒരു പെൺകുട്ടിയിൽ നിന്ന് ഇവന്റെ ഉമ്മായും കൂടി പല തവണ പൈസകൾ വാങ്ങി അവസാനമായപ്പോൾ ഇവളെ കെട്ടിക്കൊള്ളാന്ന് പറഞ്ഞാണ് പൈസകൾ വാങ്ങിയത്. അവസാനം അവളെ കയ്യിൽ പൈസ ഇല്ലാതെ വന്നപ്പോൾ പിന്നെ അവള് തിരിച്ച് പൈസ ചോദിച്ചപ്പം അവന്റെ ഉമ്മായും അവന്റെ പേര് വൈഷ്ണവി എന്നാണ് ആ പെണ്ണിന്റെ പേര്. ആ പെണ്ണ് തിരിച്ച് പൈസ ചോദിച്ചപ്പോ ഇവർ തങ്ങളിൽ അടിക്കുകയും ഒക്കെ ചെയ്ത് ഈ ഉമ്മായും മോനും കൂടി ഇവളെ അടിച്ച്, നീ നിന്റെ പൈസ മേടിച്ച്, എന്റെ രേഖ നിന്റെ പൈസ മേടിച്ച്, എന്നിട്ട് ഈ പെണ്ണ് കൊണ്ട് ചെന്ന് കേസ് കൊടുത്തു നെടുമങ്ങാട് എവിടെയും കണ്ട്. എന്നിട്ട് പറഞ്ഞ രേഖയൊന്നും ഇല്ലല്ലേ, പിന്നെ എങ്ങനെ കൊടുക്കുന്നതെന്ന് നെടുമങ്ങാട് പോലീസുകാർ ആ പെണ്ണെടുത്തോണ്ട് ആ പെണ്ണ് പോയി ആത്മഹത്യ ചെയ്ത് കളഞ്ഞു, ചിറയൻകീഴ്. അതിന്റെ കേസും നടക്കുകയാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങള് ഇവനും ഇവന്റെ ഉമ്മായും ഇവന്റെ സഹോദരിയും കൂടെ ചെയ്ത എത്രയോ കുട്ടികളാണ്, എത്രയോ കുടുംബങ്ങൾ വഴിയാരമാക്കിയാറുണ്ട്. ഫ്രോഡാണ്. ഇപ്പൊ അവന്റെ ഇത് നമ്മൾ കണ്ടില്ലേ? ഇതേപോലെ ഒരു ദുഷ്ടൻ പനമ്പൂര് ചെന്നിട്ട് ഒന്ന് അന്വേഷിച്ചാൽ മതി. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ വിവരങ്ങൾ കംപ്ലീറ്റ് കിട്ടിയിരിക്കും. ഇതേപോലെ ഒരു ദുഷ്ട മനസ്സുള്ള ഒരു മനുഷ്യൻ ലോകത്ത് കാണുമോ? ഒരു വ്യക്തി ഇതിനെ ഇങ്ങനെ കൊല ചെയ്തില്ലേ? ആ മോനെ അടിച്ച് അവശതയാക്കിയതുപോലെയാണ് ഈ മോളെ അടിച്ച്. ഇപ്പൊ മോളെ ശരീരത്ത് ഇപ്പൊ അത് ഈ ഒരു അടി അടിച്ചാൽ മാഞ്ഞു പോകുമെന്ന് നമ്മൾ പറയാറില്ലേ? അതേപോലെ അടയാളങ്ങൾ മാഞ്ഞു പോകും. എന്നാൽ ഇപ്പൊ ചെറിയ ഒരു അടയാളം നിങ്ങൾ കണ്ടോളി. ഇത് കണ്ട, ഇത് നഖത്തിന്റെ അടയാളം തന്നെ. ഇത് ഈ കിടക്കുന്നത് കണ്ടോളണം നിങ്ങൾ. ഇവൻ ചെയ്ത ക്രൂരത മാഞ്ഞു വരികയാണ്. ഈ ചെവരിൽ ഇങ്ങനെ പിടിച്ചാണ് ഈ കൊച്ചിനെ കൊല ചെയ്യുന്നത്. തലമുടിക്ക് ചുറ്റിപ്പിടിച്ച്. ഈ കൊച്ചു പറയുന്ന തലമുടിക്ക് ചുറ്റിപ്പിടിക്കുന്നതെന്ന് സഹിക്കാൻ പറ്റൂല എന്ന്. ഞങ്ങൾ പറയുന്ന കളവാണെങ്കിൽ അവന് വണ്ടി ഓട്ടമാണ്. അപ്പൊ വണ്ടി ഓട്ടത്തിന് ആ നാട്ടുള്ള ഒരു ഓട്ടം വിളിച്ചു പോയപ്പോഴത്തേക്ക് ഈ കുട്ടി ഒറ്റയ്ക്കുള്ളൂ. അവർക്ക് അറിഞ്ഞുകൂടാ ഇത്ര പ്രായം കുറഞ്ഞ ഒരു കൊച്ചാണെന്നുള്ള. ഇവന്റെ പറച്ചിൽ കേട്ടാ 10-35 വയസ്സ് തോന്നിക്കുന്ന ഒരു കുട്ടിയാണ് അവൻ കല്യാണം കഴിച്ചതെന്നാണ് അവര് വിചാരിക്കുന്നത്. ഇവര് വന്ന് വൈകിട്ട് യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് വൈകിട്ട് ഇവരെ വീട്ടിൽ വന്ന് ഈ കുട്ടിയെ കണ്ടപ്പോഴാണ് അറിയുന്നത് ഇത്രയും ഒരു കൊച്ചു കുട്ടിയാണ് ഇവൻ കല്യാണം കഴിച്ചത്. അന്ന് അവന് 29 വയസ്സാണ്, ഈ മോക്ക് 18 വയസ്സും. എന്നിട്ട് ഈ 18 വയസ്സായ കൊച്ചിന് ഈ വാടകയ്ക്ക് വീടെടുത്ത് ഒറ്റയ്ക്ക് അവിടെ താമസിപ്പിക്കും. അയൽപക്കക്കാരുമായിട്ട് സഹകരിക്കാൻ സമ്മതിക്കൂല, ആരുമായിട്ട് മിണ്ടാൻ സമ്മതിക്കൂല, ഭക്ഷണം ചൊവ്വേ നേരെ ഇല്ല. ആദ്യമൊക്കെ അവൻ കതവ് പൂട്ടി ചാവിയും കൊണ്ട് പോകുമായിരുന്നു. പിന്നെ ഈ അടിച്ച് ഉപദ്രവിച്ച് കൊച്ചു പോകൂലെന്ന് കണ്ടപ്പോ പിന്നെ ചാവി അവിടെ വെച്ചിട്ട് പോകും, വാതില് പൂട്ടാതെ പോകും. അത്രയൊക്കെ ദ്രോഹം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. രാവിലെ വണ്ടി ഓട്ടത്തിനൊന്നും പറഞ്ഞ് 6 മണിക്ക് ഇറങ്ങുന്നവൻ വരുന്നത് എപ്പോഴാണ്? വീണ്ടും ആ വെളുപ്പാങ്കാലം 5 മണിക്ക്. അവൻ എവിടെ പോകുന്നത്? ഇവന് ഒരു ഡാൻസുകാരി എന്ന് പറഞ്ഞ് അവളെ പേരെന്തൊരു മക്കളെ ഡാൻസുകാരിയുടെ അനു എന്ന് പറയുന്ന ഒരു ഡാൻസുകാരിയുണ്ട്. ഇവളവിടെയാണ് 24 മണിക്കൂർ ഇവൻ കറക്കം ഡാൻസ് എന്നും പറഞ്ഞ് അവളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണ. അവളും കൂടെ ചേർന്നാണ് എന്റെ കുട്ടിക്ക് ഇവിടെ കല്യാണം ആലോചിക്കാൻ വന്നിരിക്കുന്നത്. അവളാണെന്ന്. ഇന്ന് ഈ കൊന്നില്ലേ, കൊച്ചിനെ കൊന്നില്ലേ, അവളാ.
ആ ദുഷ്ടത്തിയെ യവന് പരിചയപ്പെടുത്തി കൊടുത്തത് ഈ ഡാൻസുകാരിയാണ്. അപ്പൊ യവക്ക് എന്തെല്ലാം പങ്ക് കാണും യവനുമായിട്ട്? അതുകൊണ്ടാണല്ലോ ഇവള് എല്ലാവർക്കും ഇങ്ങനെ കൂട്ടിക്കൊടുക്കാൻ നടക്കുന്നത്. ഇവളെയൊക്കെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം ഈ ഡാൻസുകാരികളെന്ന് പറഞ്ഞ് നടക്കണ ഈ അലവിലാദികളെ. ഇങ്ങനെ ഉള്ള അവളുമാരാണ് ഓരോരോ കുടുംബങ്ങളെ നശിപ്പിക്കുന്നത്. നല്ലതുപോലെ ഇരിക്കുന്ന പെൺകുട്ടികളെ ജീവിതങ്ങൾ തകർക്കുന്ന ഇതുപോലുള്ള ഫ്രോഡുകളെ കൊണ്ടുവന്ന് കൂട്ടിമുട്ടിച്ചു കൊടുത്ത് ഇത് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം. കാരണം ഇവരെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തി ചോദ്യം ചെയ്യേണ്ട രീതിയിൽ ചെയ്ത ഇവളുകള് തത്ത പറയുന്നത് പോലെ ചെയ്ത കാര്യങ്ങൾ പറയും. അതാണ് ചെയ്യാനുള്ളത്. അല്ലാതെ ഈ അഷ്കറിന്റെ ഉമ്മ പറയുന്നത് വെറും കളവാണ്. ഈ കൊച്ച് ഇങ്ങനെ ഉള്ള ഒരു കൊച്ച് 3 പേരെ കൈ എങ്ങനെ പിടിക്കും? എങ്ങനെ ആ സ്ത്രീയെ മണ്ണെണ്ണ ഒഴിക്കും? ഇവള് നേരത്തെ അവിടെ ചോദിച്ചാൽ മതി ആൾക്കാരോട്, അവര് പറഞ്ഞു തരും. ഇതാണ് ഇവളെ അവസ്ഥ. അയൽവക്കക്കാർ ആരും ഒന്നിനും പോകൂല. എന്ത് വേണ്ടാധീനം കാണിച്ചാലും അവരൊക്കെ പേടിച്ചിരിക്കും. കാര്യം എന്താണ്? ഇവളോടെ പ്രതികരിക്കാൻ പറ്റൂല. പ്രതികരിച്ചു കഴിഞ്ഞാൽ ഈ വസ്ത്രം ഇട്ടിരിക്കുന്ന അങ്ങ് വലിച്ചു കീറിയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലാണ് പോണത്. ഇവർക്ക് ഇതൊരു ഹോബിയാണ്, പോലീസ് സ്റ്റേഷനിൽ ഈ വസ്ത്രം വലിച്ചു കീറുന്നത്. ഇവരെ പേർക്ക് നെടുമങ്ങാട് മാത്രമല്ല വെഞ്ഞാറമൂട്ടില് അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇവരെ പേര് കേസുകൾ കിടപ്പുണ്ട്. ഇവർക്ക് ഒരുപാട് കേസുകളുണ്ട്. എത്ര കേസ് നെടുമങ്ങാട്ട് ഇവരെയൊക്കെ പേരിലുണ്ടെന്ന് അറിയാമോ? എന്നിട്ടാണ് പറയുന്നത് എന്റെ കുട്ടി മണ്ണെണ്ണ ഒഴിച്ച് ചൂടാനൊരുങ്ങിയെന്ന്. ഈ കാണുന്ന പ്രേക്ഷകർക്ക് തന്നെ കാണുമ്പോ മനസ്സിലാവുമല്ല. എനിക്കിതേ പറയാനുള്ളൂ, നീതി വേണം. ഈ പറയുന്നതെല്ലാം കളവ് പറഞ്ഞ് ഒഴിയാനുള്ള ഒരു ശ്രമമാണ് ആ മോളും ആ സ്ത്രീയും കൂടെ പറയുന്നത് ചാനലുകാരുടെ. ഇതിന് നല്ല രീതിയിൽ ഇവരെ പോലീസിൽ വിളിച്ചു വരുത്തി ഈ അനു എന്ന് പറയുന്ന ആ ഡാൻസുകാരിയെയും ഈ അഷ്കറിന്റെ ഉമ്മ എന്ന് പറയുന്ന ആ സ്ത്രീയെയും അവന്റെ സഹോദരിയെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ എന്തൊരു നിയമം ഇവിടെ വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ഈ കുട്ടിക്ക് കല്യാണം ആലോചിച്ച് വന്ന് ഫോൺ വിളിച്ച് അവനുമായിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് എന്റെ വീട്ടിൽ കല്യാണം ആലോചിച്ച് വന്നിരിക്കുന്നു. എന്നിട്ട് ഒന്നുകൂടെ പറയാനുണ്ട്, ഹോസ്പിറ്റലിലെ എന്റെ മോള് വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. വെന്റിലേറ്ററിൽ കിടക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ വന്ന് ചുറ്റുപാടും ആരെങ്കിലും ഉണ്ടാന്ന് നോക്കാൻ ഈ അനു എന്ന് പറയുന്ന ഈ ഡാൻസുകാരി അവിടെ വന്ന് ചുറ്റുപാടും സന്ദർശിച്ചിട്ട് പോയി ഇവനെ ഒളിച്ചു വെച്ചിട്ട് മേഡത്തിന്റെ ഇതിലല്ലേ? ഓ ശരി വേണം, ശരി. അപ്പൊ ഇപ്പോൾ അവസ്ഥ എങ്ങനെയാണ്? ഡോക്ടർ എന്താ പറഞ്ഞത്? മുന്നോട്ട് കാര്യങ്ങൾ ഇനി ഒരു 10 ദിവസം വരെ നമ്മളുടെ വീട്ടിലുണ്ട്. 10 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഡോക്ടർ എന്താ പറഞ്ഞത്? ഡോക്ടർ പറയുന്നത് പതുക്കെ ട്രീറ്റ്മെന്റ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കട്ടെ, ശരിയാവും എന്നാണ് പറയുന്നത്. കേസിന്റെ കാര്യങ്ങളൊക്കെ കേസായിട്ട് നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ല ഇതുവരെ. കേസ് കൊടുത്തത് പോലീസിൽ കൊടുത്ത കേസുകളൊന്നും എടുത്തിട്ടില്ല. ഇവനെ പലതവണ പിന്നെ വനിതാ കമ്മീഷനിൽ കൊടുത്ത് പലതവണ അവനെ വിളിച്ചിട്ട് ഇവൻ അവിടെയും വന്നിട്ടില്ല. ഇവൻ നമ്മളെ പേർക്ക് കേസ് കൊടുത്ത് ഞാനും എൻ്റെ ഭാര്യയും കൂടെ എൻ്റെ കൊച്ചിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്നും പറഞ്ഞ് കേസ് കൊടുത്ത് ആ കേസിന് ഞങ്ങൾ പോയി എൻ്റെ കൊച്ച് സംസാരിക്കുമെന്ന് കണ്ട് കൊച്ചിനെ കൊണ്ട് ചെല്ലാൻ ജഡ്ജി പറഞ്ഞ് ഞങ്ങൾ മജിസ്ട്രേറ്റ് പറഞ്ഞ് ഞങ്ങൾ കൊണ്ട് ചെല്ലാമെന്ന് പറഞ്ഞപ്പോൾ ഇവൻ കേസ് പിൻവലിച്ചു കളഞ്ഞു. ഇല്ല ഉപദ്രവിച്ചെന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ട്. അവർ ഇതുവരെ പ്രതികരണം വന്നില്ല. അത് മിനിങ്ങാന്ന് ഞാൻ DSP എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് ഞാൻ DSP എടുത്ത് പറഞ്ഞു ഞാൻ ഇന്ന് ചെല്ലാന്ന് പറഞ്ഞാണ്. പക്ഷെ എനിക്ക് ഇന്ന് ഈ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല. ഇനിയിപ്പോ നാളെയോ മറ്റന്നാളോ എന്തായാലും സാറിനെ പോയി കണ്ട് കാര്യങ്ങളെല്ലാം പറയണം. ഒരു 5-6 പ്രാവശ്യം കൊടുത്താണ്. ആ കേസുകളെല്ലാം അവിടെ കിടപ്പുണ്ട് നെടുമങ്ങാട്. ഒന്നും വന്നിട്ടില്ല. അവൻ വിളിക്കട്ടെ, ഞങ്ങൾ സംസാരിക്കാം. ഞങ്ങൾ വേറെ എന്താണ് CI എന്ന് പറയുന്ന ഒരു സമ്പത്ത് എന്ന് പറഞ്ഞ് ഒരു ലാസ്റ്റ് കൊടുത്ത കേസിൽ ആ സമ്പത്ത് പറഞ്ഞിരിക്കുന്നത്. അവൻ വിളിക്കട്ടെ, ഞങ്ങൾ തരാമെന്ന്. ഞങ്ങൾ പിന്നെ അവസാനം അവിടെ നിന്ന് റെസീറ്റും മേടിച്ചുകൊണ്ട് ഞങ്ങൾ കേസ് കൊടുത്ത റെസീറ്റും മേടിച്ചുകൊണ്ട് ഞങ്ങൾ പോകുന്നു. പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തുനിന്നോ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ ഇതുവരെ അങ്ങനെ ഒരു പ്രതികരണമോ അല്ലെങ്കിൽ എന്താ ഈ കേസ് വന്ന ഈ പ്രശ്നം നടന്നതിന് ശേഷം എന്തെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ? ഒന്നും പ്രതികരിച്ചിട്ടില്ല. വിളിച്ചിട്ടുമില്ല. ഇല്ല, മൊഴിയെടുക്കാനും വന്നിട്ടില്ല. ഒന്നിനും വന്നിട്ടില്ല.
ഇതുവരെ വന്നിട്ടില്ല. ആ. ഗവൺമെന്റ് സൈഡിൽ നിന്ന് ആരെങ്കിലും വന്ന് കാണുകയോ സംസാരിക്കുകയോ ഇതുവരെ ഒരു അതായത് എന്ന് വെച്ചാൽ ഇനി പറയണമെങ്കിൽ ഇനി പുതിയ ഗവൺമെന്റ് കയറിയ സ്ഥിതിക്ക് വരുമെങ്കിൽ മാത്രമേ ഉള്ളൂ. അതുവരെയുള്ള ഒരു ഗവൺമെന്റുകളും നമ്മുടെ താരത്ത് ഒന്നിനും വന്നിട്ടില്ല. അത് പോയിട്ട് MLA ഫണ്ടിൽ നിന്നുള്ള പൈസ നമുക്ക് ധനസഹായ ഇത് കിട്ടുന്ന അതുപോലും അവർ തന്നിട്ടില്ല. ഇതുവരെ ഒരു സഹായം പോലും കിട്ടിയിട്ടില്ല. ഒരു സഹായവും കിട്ടിയില്ല. ഇപ്പോഴാണ് ഗവൺമെന്റ് പോലും വിളിക്കുക കാര്യം അന്വേഷിക്കുക. ഇപ്പോഴൊന്ന് ഗവൺമെന്റ് നമ്മുടെ അടുത്ത് വിളിച്ച് നമ്മളെ MLA ഒക്കെ വിളിക്കുന്നുണ്ട്, കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ വന്ന ഗവൺമെന്റ് എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അവർ പൈസ ആയിട്ടില്ലെങ്കിൽ അവർ ഇതുവരെ ഉള്ള എല്ലാ ഇതുകളും അവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ MLA നമ്മളുടെ ഇപ്പോഴത്തെ MLA അദ്ദേഹം അതിന് മുമ്പ് ഈ MLA ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒരുപാട് സഹായം കൂടെ ചെയ്തു. പിന്നെ ബിരിയാണി ചലഞ്ച് കൊണ്ടുപോയി 1,00,000 ചില്ലാനം രൂപ നമ്മൾ അദ്ദേഹത്തിന്റെ സവാടികളും എല്ലാവരും കൂടി നമുക്ക് കൊണ്ടുതരികയും ഒരുപാട് സഹായങ്ങൾ നമുക്ക് ചെയ്തു. അതുപോലെ തന്നെ നമ്മളെ തണൽ എന്ന് പറയുന്നവർ ഉണ്ട്. അവരാണ് ഇപ്പോഴും നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി വിടുന്ന തണൽ സംഘടന അവരുണ്ട്. അവരാണ് നമ്മളെപ്പോഴും വണ്ടി വിട്ട് തരുന്നതും മരുന്ന് മേടിക്കാൻ ഉള്ള പൈസകളെ കാര്യങ്ങളൊക്കെ തരുന്നതും ഇപ്പോഴും അവരാണ്. ചികിത്സയ്ക്ക് എത്ര രൂപയായി? ചികിത്സയ്ക്ക് ഇപ്പോൾ തന്നെ ഏകദേശം 35 ലക്ഷത്തിന് പുറത്തായി. അതിൽ ഏകദേശം ഒരു 10-20 ലക്ഷം രൂപ പിന്നെ ജനങ്ങൾ തന്ന് സഹായിച്ചാണ്. ബാക്കിയുള്ള പൈസ എല്ലാം ഇനിയും വേണം. 10-20 ലക്ഷം രൂപ വേണം മോളായിട്ട് എടുക്കണം. കേസ് കൊടുത്തിട്ട് പോലീസ് പ്രതികരിക്കാത്ത മുഖ്യെടുക്കാൻ വരാത്ത കേസ് എടുക്കാത്ത അതാണ് ഞങ്ങൾക്കും അറിയേണ്ട കാര്യം. നമ്മൾ 6 പ്രാവശ്യമാണ് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത്. ഇവര് അന്ന് ഒരു കേസെങ്കിലും ഇവര് കൊച്ചിന്റെ പേരിൽ നടപടി കണ്ടെത്തിയിരുന്നെങ്കിൽ ഇന്ന് ഈ കുരുന്ന് പൊടി പാലവന് ഈ ഒന്നും പറയാൻ അറിഞ്ഞൂടാത്ത ഈ കൊച്ചു മോന് ഇവന് ഇങ്ങനെ ഒരു ദാരുണ അന്ത്യം ഉണ്ടാവൂലായിരുന്നു. എൻ്റെ മോക്ക് ഇത്രയും ഒരു അവശതയും വരൂലായിരുന്നു. അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങള് DSP അല്ലേ, CA അല്ല ഏറ്റവും മുകളിലിരിക്കുന്ന, അതാണ് അതും പറയണമല്ലോ. അതാരാണ്? DYSPക്ക് ഞങ്ങള് ആ പോലീസ് സ്റ്റേഷന്റെ 2ാമത്തെ നിലയിൽ ഇരിക്കുന്ന ആ DYSPക്ക് ഞങ്ങള് പിന്നെ ഇതുപോലെ പരാതി കൊടുത്ത് അപ്പോഴവിടെ ഇരുന്ന ഒരു പോലീസ് എല്ലാം ടൈപ്പ് ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്തതാണ്. എന്നിട്ട് ഒരു ആമിനാര വീട്ടിന്റെ അടുത്തുള്ള ഒരു സ്ത്രീയുടെ മൊഴിയും കൂടെ ഞങ്ങൾ പറഞ്ഞു. കാരണം അവര് സാക്ഷിയാണ്. അവരെ മൊഴിയും കൂടെ ഞങ്ങൾ പറയിച്ച് ഫോണിൽ വിളിച്ച് നമ്മൾ അവരെ അടുത്ത് നിന്നാണ് ഫോണിൽ വിളിച്ച് ഇവർക്ക് കൊടുത്തത്. അവരെല്ലാ കാര്യവും സത്യസന്ധമായിട്ട് അവരും പറഞ്ഞിട്ട് പോലും അതിനൊരു തുമ്പുണ്ടായിട്ടില്ല. അതെന്താണെന്നാണ് ഞങ്ങൾക്കും അറിയാനുള്ളത്. അഷ്കർ ആദ്യത്തെ ഒരു ദിവസം കേസ് കൊടുത്തപ്പം വന്ന് പോലീസുകാർ അടുത്ത് കയറി സംസാരിച്ച് റെഡിയായിട്ട് നിങ്ങളങ്ങോട്ട് വെളിയിലോട്ട് നിൽക്കി, ഞങ്ങൾ വിളിപ്പിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളെ വെളിയിൽ നിർത്തിയിട്ട് ഈ അഷ്കർ എന്ന് പറയുന്ന ഈ കൊടും ക്രിമിനലിനെ വിളിച്ച് സംസാരിച്ചിട്ട് പിന്നീട് ഞങ്ങളെ കൂടെ വിളിച്ച് പറയണം ഇനി ഒരു ദിവസം വിളിക്കാം, ഇപ്പൊ ഇതിൽ എന്തൊരു കേസ് എടുക്കാതിരിക്കണ് എന്നാണ് ഇവര് സംസാരിക്കാനുള്ളത്. അവിടെ ഇരിക്കുന്ന SI അന്ന് ഇരുന്ന SI സന്തോഷാണ്. സന്തോഷം എന്ന് പറയുന്ന SI ഇപ്പൊ CI ആയിട്ട് എറണാകുളത്തങ്ങാണ്ട് ട്രാൻസ്ഫർ ആയി. അപ്പോഴും ഞങ്ങൾ കേസ് കൊണ്ട് കൊടുത്ത സമയത്താണ് എറണാകുളത്തേക്ക് ആ SI ട്രാൻസ്ഫർ ആയി പോയത് CI ആയിട്ട്. പിന്നെ അവിടെ ഇരുന്ന SI എന്ന് പറയുന്നത് സമ്പത്താണ്. ആ CIയോട് ഞങ്ങൾ ഈ കാര്യം പറയാണ്. എന്നിട്ട് നമ്മൾ ഈ പറയുന്നതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. നിങ്ങൾ പോയി ഞങ്ങൾ വിളിക്കാം, നിങ്ങൾ വെളിയിലോട്ട് ഇറങ്ങിയിരിക്കും, ഇതൊക്കെയാണ് പറയാനുള്ളത്. എന്നിട്ട് ഈ അഷ്കർ എന്ന് പറയുന്നവനെ വിളിച്ച് കുറെ സമയം സംസാരിച്ചിട്ട് പിന്നെ ഞങ്ങളെ വെളിയിലിറക്കി നിർത്തിയിട്ട് ഇവര് സംസാരവും ചിരിയും തന്നെ. ഈ സമ്പത്തെന്ന് പറയുന്ന ഈ പോലീസ് എന്നിട്ട് അതിനൊരു ആക്ഷൻ എടുത്തിട്ടില്ല. അതെന്തെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ആക്ഷൻ എടുക്കാത്തത് നമ്മൾ ഇത്രയും പരാതി കൊടുത്തിട്ട്? ആ സമയത്തുള്ള സർക്കാരിനെ മുഖ്യമന്ത്രിയോ ആരോഗ്യവകുപ്പ് മന്ത്രിയോ അന്നേരം അങ്ങനെയൊന്നും ബന്ധപ്പെട്ടില്ല. ഈ കൊച്ചി ഈ അവസ്ഥയിലായതിനു ശേഷമാണ് ഞാൻ വീണ്ടും കേസിന് ഈ കൊച്ചിന് ഒരു ജയം വേണമല്ലോ, കൊച്ചിനൊരു നീതി വേണമല്ലോ എന്നും വേണ്ടിയിട്ട് ഞാൻ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയതും വനിതാ കമ്മീഷനിൽ ഞാൻ പോയി കേസ് ഫയൽ ചെയ്തതും പിന്നെ അവിടെ നിന്ന് വഞ്ചൂർ കോടതിയിൽ പോയതും ഒക്കെ. വനിതാ കമ്മീഷനിൽ പോയപ്പോ അവര് ആദ്യത്തെ പ്രാവശ്യം
ഹിയറിങ്ങിന് വിളിച്ച് അവൻ വന്ന് എല്ലാവരുമായിട്ടിരുന്ന് സംസാരിച്ചിട്ട് അവൻ പറഞ്ഞ് നീ എത്ര രൂപ കൊടുക്കും കൊച്ചിന് ചികിത്സയ്ക്കെന്ന് പറഞ്ഞപ്പോ 10,000 രൂപ കൊടുക്കും എന്ന് പറഞ്ഞ്. എന്നിട്ട് 2 പ്രാവശ്യം അവൻ പൈസ തരുമോന്ന് നോക്കട്ടെ എന്ന് അവര് പറഞ്ഞു, വനിതാ കമ്മീഷനില് പറഞ്ഞു. ഇവൻ 2 പ്രാവശ്യം എന്നല്ല, 1 പ്രാവശ്യം പൈസ തന്നിട്ടുമില്ല, പിന്നെ 3 പ്രാവശ്യം വിളിച്ചിട്ട് വന്നിട്ടുമില്ല. അങ്ങനെയാണ് മെഗാ ഇതുണ്ടല്ലോ അവിടെ, മെഗാ സിറ്റിംഗ് അല്ലേ ഉണ്ടായിരുന്നു, കൗൺസിലിംഗ് ഉണ്ടായിരുന്നു, അതിന് പോലും വിളിച്ചിട്ട് വന്നിട്ടില്ല. ഇവന് കോടതിയെയോ പോലീസിനെയോ നിയമത്തിനെയോ ഒരു പേടിയില്ലെന്നാണ് അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അവനൊരു വക്കീലുണ്ടെന്ന്, നെടുമങ്ങാട്ട് ഒരു വക്കീലുണ്ട്. ആ വക്കീലുണ്ടെങ്കിൽ ഞാൻ പുഷ്പം പോലെ ഞാൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുമെന്നാണ് എൻ്റെ മോളോടെ പറയുന്നത്. മുന്നിൽ പോയിട്ട് ഞങ്ങൾക്കൊരു നിയമം കിട്ടിയില്ല എന്ന് വെച്ചാല്, നമുക്കൊരു നീതി കിട്ടിയില്ല എന്ന് വെച്ചാൽ എന്താണ് പറയേണ്ടത്? ഇനി വരുന്ന ഗവൺമെന്റിൽ അല്ലെങ്കിൽ ഇനിയുള്ള സർക്കാരിന് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ട്, തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. അവര് നമുക്ക് ഇതിലൊരു നീതി കണ്ടെത്തി തരുമെന്ന് തന്നെ ഞങ്ങളുടെ പ്രതീക്ഷ. എൻ്റെ മോളവസ്ഥ ഈ ലോകം മുഴുവനും കാണുകയാണ്. ഞങ്ങളൊരു കളവ് പറയല്ല. ഈ സ്ത്രീ ഈ പറയുന്നതെല്ലാം കളവാണ്. ഈ സ്ത്രീ പറയുന്നത് ഒരു ചാനലിൽ പറഞ്ഞിരിക്കുന്ന അയൽവക്കക്കാർ പറയുമെന്ന്, ഇവളെ അടിക്കുന്നത് അയൽവക്കക്കാരാണ് ആ സ്ത്രീയോട് പറയണേന്ന്. ഇത് പച്ച കള്ളമല്ലേ ആ സ്ത്രീ പറയുന്നത്? ഇവര് 3 പേരും കൂടെ ചേർന്ന് ഇത്രയും ദ്രോഹിച്ചിട്ട് ഈ സ്ത്രീക്ക് ലജ്ജയില്ലേ ഇങ്ങനെ പറയാനായിട്ട്? ഇതിനെയൊക്കെ മനുഷ്യരെ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളാമോ? ഇത്രയും ദ്രോഹവും കാണിച്ചിട്ട്